വർഷം 1860. കൃത്യമായി പറഞ്ഞാൽ 1860കളുടെ അവസാന കാലഘട്ടം. മഹാരാഷ്ട്രയാണ് സ്ഥലം. സെൻട്രൽ റെയിൽവേയുടെ മുൻഗാമിയായിരുന്ന ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേയുടെ ആവി എഞ്ചിനുകൾക്ക് ഒരു ജലസ്രോതസ്സായി മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഒരു ഡാം പണിയെഴുപ്പിക്കപ്പെടുകയാണ്. ലോണാവാലയിലെ ഇന്ദ്രായണി നദിയിലാണ് ഈ ഡാം പണിയെഴുപ്പിക്കപ്പെടുന്നത്. പിന്നീട് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം ഈ അണക്കെട്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നു വരികയാണ്. പതുക്കെ പതുക്കെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി സഞ്ചാരികൾ ഇവിടെ എത്തിത്തുടങ്ങി. സുന്ദരമായി ഒഴുകുന്ന ജലം സഞ്ചാരികൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഇന്ദ്രായണി പുഴയുടെയും വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഡാമിൻ്റെയും സൗന്ദര്യത്തിനപ്പുറം ഈ ജലത്തിൻ്റെ ആഴങ്ങളിൽ വളരെ വലിയ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഈ ഡാമിൻ്റെ പേരായിരുന്നു ബുഷി ഡാം എന്നത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് അപകടം നിറഞ്ഞ ബുഷി ഡാമിനെ കുറിച്ചാണ്. അങ്ങനെ ഇന്ത്യൻ പെനിൻസുലർ റെയിൽവേക്കായി പണിതുയർത്തിയ ബുഷി ഡാം മറ്റൊരു ധർമ്മം കൂടി ചെയ്തിരുന്നു. ലോണാവാല പട്ടണത്തിലേക്ക് കുറച്ച് വെള്ളം നൽകുക എന്നതായിരുന്നു ഇത്. പിന്നീട് 2011 ഇന്ത്യൻ നാവികസേന ബുഷി അണക്കെട്ട് അതിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നേവൽ സ്റ്റേഷനായ ശിവാജിയിലെ പരിശീലന പ്രവർത്തനങ്ങൾക്കായി ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണെങ്കിലും 2014 ഇന്ത്യൻ റെയിൽവേ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ബുഷി അണക്കെട്ട് ഒരു ടൂറിസ്റ്റ് റിസോർട്ടായി വികസിപ്പിക്കാനുള്ള പദ്ധതി ആരംഭിക്കുകയാണ്. ഇതോടുകൂടി മഴക്കാലങ്ങളിൽ സഞ്ചാരികൾ ബുഷി അണക്കെട്ട് ആസ്വദിക്കാനായി ലോണാവാലയിലേക്ക് എത്തിത്തുടങ്ങി. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ആസ്വാദനത്തിനിടയിൽ വലിയ അപകടം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ദുരന്തമാണ് 2024 ജൂൺ 30 ഞായറാഴ്ച ഇവിടെ നടന്നത്. സംഭവം ഇങ്ങനെയാണ്. പൂനെയിലെ സയ്യദ് നഗറിൽ നിന്നും 17 അംഗങ്ങളോളം വരുന്ന ഒരു കുടുംബം ഞായറാഴ്ച ബുഷി അണക്കെട്ടിലേക്ക് പുറപ്പെടുകയാണ്. മുൻപ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ സ്വാഭാവികമായും ബുഷി അണക്കെട്ട് ആസ്വദിക്കാൻ വരുന്നവരുടെ എണ്ണവും വർദ്ധിക്കും. അങ്ങനെ തന്നെ എത്തിയതാണ് ഈ 17 കുടുംബവും. കുട്ടികളും നവദമ്പതികളുമൊക്കെ അടങ്ങിയതായിരുന്നു ഈ സംഘം. ഏതാണ്ട് 3 മണിയോടെയാണ് ഇവർ സ്ഥലത്തെത്തുന്നത്. അങ്ങനെ ഇവർ ശാന്തമായി ഒഴുകുന്ന വെള്ളത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുകയാണ്. പതുക്കെ മറ്റ് സഞ്ചാരികളെ പോലെ അവരും ഈ ചെറിയ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. ആ ചെറു പുഴയിൽ പാറകളൊക്കെ ഉണ്ടായിരുന്നതിനാൽ പാറകൾക്ക് മുകളിൽ കയറി നിന്നും വെള്ളത്തിൽ ഇറങ്ങിയുമൊക്കെ ഈ കുടുംബത്തിന് ബുഷി ഡാം കൂടുതൽ ആസ്വദിക്കാൻ സാധിച്ചു. അങ്ങനെ തെളിഞ്ഞ വെള്ളം ശാന്തമായി തന്നെ ഒഴുകുകയാണ്. കുടുംബത്തിലുള്ള എല്ലാവരും നിലവിലുള്ളത് ഈ വെള്ളത്തിലാണ്. ഇതിൽ കുട്ടികളും ഉണ്ട് എന്നതും അതിൽ തന്നെ 4 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഉണ്ട് എന്നതും ഇതിനോട് ചേർത്തു പറയേണ്ടതാണ്. അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങി. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി വെള്ളത്തിൻ്റെ ശക്തി കൂടി വന്നത്. ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയുടെ സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു. അപകടം മനസ്സിലാക്കിയ സംഘം എത്രയും പെട്ടെന്ന് കരയ്ക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതിൽ 7 പേർക്ക് മാത്രമാണ് ജലം പൂർണ്ണശക്തി പ്രാപിക്കുന്നതിന് മുൻപ് കരയ്ക്ക് കയറാൻ സാധിച്ചത്. ബാക്കി 10 പേർ പുഴയിലുള്ള ഒരു ചെറു പാറയിൽ അഭയം തേടി. ഇവരിൽ 4 കുട്ടികളുമുണ്ടായിരുന്നു. ഇവർ തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് പാറയിൽ ഉറച്ചു നിന്നു. എന്നാൽ വെള്ളത്തിന്റെ ശക്തി കൂടി കൂടി വന്നു. ആ പാറയിൽ മുറുകെ ചവിട്ടി നിന്നപ്പോഴും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക വെള്ളത്തിന്റെ ശക്തി കുറയും എന്നായിരിക്കാം. പക്ഷെ അത് മലവെള്ളപ്പാച്ചിലായിരുന്നു. കരയിലുള്ള മറ്റംഗങ്ങൾ കാട്ടുകൊള്ളികളൊക്കെ ഉപയോഗിച്ച് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ശ്രമമൊക്കെ വിഫലമാവുകയാണ്. ഓരോ മിനിറ്റിലും വെള്ളത്തിന്റെ ശക്തി കൂടിക്കൂടി വന്നു. ഒടുവിൽ പായൽ പിടിച്ച പാറയിലെ തെന്നലും ശക്തിയേറിയ മലവെള്ളപ്പാച്ചിലും ആ സംഘത്തിലുള്ള ഒരു സ്ത്രീയെയും 2 കുട്ടികളെയും വലിച്ചുകൊണ്ടുപോവുകയാണ്. നിസ്സഹായരായ മറ്റ് കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒഴുകിപ്പോകുന്നത്
നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. എങ്കിലും അവർ തങ്ങൾക്കാകും വിധം ആ പാറയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ ശക്തമായ ജലം അവശേഷിച്ചവരെയും എടുത്തുകൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ 10 പേരും മലവെള്ളപ്പാച്ചിലിൽ പെടുകയാണ്. ഇവരിൽ 5 പേർക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും ബാക്കി 5 പേർ, അതായത് 4 കുട്ടികളും 1 സ്ത്രീയും മരണത്തിന് കീഴടങ്ങുകയാണ്. ഇത് ബുഷി അണക്കെട്ടിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2012 റിപ്പോർട്ട് പ്രകാരം 5 വർഷത്തിനിടെ 25 പേർ ഇവിടെ മരണപ്പെടുകയുണ്ടായി. എന്നാൽ ഇത്രയേറെ അപകടങ്ങൾ നടന്നിട്ടും വേണ്ടത്ര സുരക്ഷ ബുഷി ഡാമിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തിനേറെ പറയുന്നു, ബുഷി അണക്കെട്ടിലും പരിസര പ്രദേശങ്ങളിലും അപായ ബോർഡുകൾ വരെ വളരെ വിരളമാണ്. എന്താണെങ്കിലും ജനങ്ങൾ കൂടുതലായി സന്ദർശിക്കുന്ന അപകടം നിറഞ്ഞ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആവശ്യത്തിന് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബുഷി ഡാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.